കുതിരകളെ രഥത്തിന് കെട്ടുവാൻ ഒരു പ്രവാചകൻ ഒരു പട്ടണനിവാസികളോട് പറയുന്നുണ്ട്. ആ പട്ടണത്തിന്റെ അർത്ഥം എന്ത്? ത്വരിത. മീക 1:13. ഒരു ദേശത്തു നിന്നും തേരിനെ വെട്ടിക്കളയുമെന്ന് യഹോവ അരുളി ചെയ്തിട്ടുണ്ട്. ഏത് ദേശത്തു നിന്നാണ് ഇങ്ങനെ വെട്ടിക്കളയുന്നത്? എഫ്രയീം. സെക്കരിയാവ് 9:10. ശലോമോൻ തൻ്റെ പ്രിയപ്പെട്ടവളെ ആരുടെ തേരിന് കെട്ടുന്ന സ്ത്രീ തുരങ്കത്തോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്? ഫറവോന്റെ. ഉത്തമഗീതം 1:9. ദൈവത്തിൻ്റെ രഥങ്ങൾ എത്രയാകുന്നു? 1000-1000-ഉം കോടി-കോടിയും. സങ്കീർത്തനം 68:17. തേരുകളെയും സേനകളെയും ജാതികളുടെ ഒരു രാജ്യം വരെ ഓടിച്ചു കളഞ്ഞത് ആർ? ബാരാക്ക്. ന്യായാധിപന്മാർ 4:16. ഒരാൾ പറഞ്ഞുവിട്ട രഥങ്ങൾ കണ്ടപ്പോൾ വേറൊരാൾക്ക് ഉന്മേഷം വന്നു. ആർക്കാണ് ഉന്മേഷം വന്നത്? യാക്കോബ്. ഉൽപ്പത്തി 45:27. തള്ളപ്പെട്ടവനും ജയിലിൽ കിടന്നിരുന്നവനുമായവനെ ഒരു രാജാവ് തൻ്റെ 2-ാം രഥത്തിൽ കയറ്റി എല്ലാവരെക്കാളും മാന്യനാക്കി. ആരെയാണ് ഇങ്ങനെ രഥത്തിൽ കയറ്റി മാന്യനാക്കിയത്? ഫറവോൻ യോസേഫിനെ. ഉൽപ്പത്തി 41:14, 41 മുതൽ 43 വരെ. ഒരു പ്രവാചകൻ ദർശനം കണ്ട രഥങ്ങൾ വന്നത് ഏത് പർവ്വതങ്ങളുടെ മധ്യത്തിൽ നിന്നാണ്? താമ്രപർവ്വതങ്ങൾ. സെക്കരിയാവ് 6:1. യുദ്ധത്തിൽ മുറിവേറ്റിട്ടും യുദ്ധം കഠിനമായതിനാൽ തൻ്റെ വാഹനത്തിൽ നിവർന്നു നിന്ന രാജാവ് ആര്? ഇസ്രായേൽ രാജാവ്. 1 രാജാക്കന്മാർ 22:34-35. പ്രത്യേകതയുള്ള രഥങ്ങൾ ഉണ്ടായിരുന്നത് ആർക്ക്? ഫറവോൻ. പുറപ്പാട് 14:5 മുതൽ 7 വരെ. ഒരു ലോഹം കൊണ്ട് രഥങ്ങൾ ഉണ്ടായിരുന്നവരും ശക്തിയുള്ളവരും ആയിരുന്നത് ആർ? കനാന്യർ. യോശുവ 17:18. രഥങ്ങൾക്ക് കുതിരാലയം ഉണ്ടായിരുന്ന രാജാവ്? ശലോമോൻ. 1 രാജാക്കന്മാർ 4:20.